ഹലോ എവരിവൺ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ വീക്ക്ലി കറണ്ട് അഫയർ സെഷനിലേക്ക് സ്വാഗതം. നിങ്ങളെ സുഖം വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ആഴ്ചയിൽ അല്ലേ, നമ്മൾ ഈ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള, നമ്മൾ പഠിപ്പിച്ച് പോയിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്തെല്ലാം നമ്മൾ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പഠിക്കേണ്ട, അതായത് നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്തെല്ലാമാണെന്നുള്ള നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മുഴുവനായിട്ടും വീഡിയോ കണ്ടിക്കാൻ ശ്രമിക്കുക. സംശയം എന്തെങ്കിലും കമന്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഡൗട്ട് മറ്റു കാര്യങ്ങൾ സജഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ കയറിയ ശേഷം നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും അവിടെ എന്ത് ചെയ്യാൻ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, പഞ്ചായത്തിൽ പിടിക്കൊന്നും വേണ്ട, തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിനെതിരെ ഹിമാചൽ പ്രദേശ് സർക്കാർ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പദ്ധതി ഏതാണെന്നുള്ളതായിരുന്നു അല്ലേ. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിനെതിരായിട്ട് ഹിമാചൽ പ്രദേശ് സർക്കാർ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പദ്ധതി ഏതായിരുന്നു? ഈ പറയുന്ന ആന്റി ചിറ്റ വോളണ്ടിയർ പദ്ധതി എന്നുള്ളതായിരുന്നു. എന്താണ് ആന്റി ചിറ്റ വോളണ്ടിയർ പദ്ധതി എന്നുള്ളതായിരുന്നു പറയുന്നത്. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിനെതിരായിട്ട് ഹിമാചൽ പ്രദേശ് സർക്കാർ എന്ത് ചെയ്ത് ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പദ്ധതി എന്ന് പറയുന്നത് അല്ലേ. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരായിട്ട് ഹിമാചൽ പ്രദേശ് സർക്കാർ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പദ്ധതി ഏതാണ്? ആന്റി ചിറ്റ വോളണ്ടിയർ പദ്ധതി എന്നുള്ളതാണ് അല്ലെ, ആന്റി ചിറ്റ വോളണ്ടിയർ പദ്ധതി എന്നുള്ളതാണ്. ഈ പദ്ധതി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ്? ഹിമാചൽ പ്രദേശ് സർക്കാർ അല്ലെ. എന്താണ് ഹിമാചൽ പ്രദേശ് സർക്കാരാണ് എന്ത് ചെയ്യുന്നത്, ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നർക്കോട്ടിക് സബ്സ്റ്റൻസുകളുടെ ഉപയോഗം എന്ത് ചെയ്യുന്നത്, ഒരുപാട് നടക്കുന്നത്. പ്രധാനമായിട്ടും മയക്കുമരുന്ന്, ഒപ്പിയം, അതേപോലെ തന്നെ എന്താണ് ഡ്രഗ്സ്, ഹെറോയിന്, അതുപോലെ എന്താണ് ഈ പറയുന്ന അത്രയുള്ള ഈ പറയുന്ന ഡ്രഗ്സുകൾ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഉപയോഗിക്കുന്ന അതിൻ്റെ ലഹരിയുടെ ഉപയോഗം വളരെ കൂടി വരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു തടയിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഹിമാചൽ പ്രദേശ് സർക്കാർ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ആന്റി ചിറ്റ വോളണ്ടിയർ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ള പ്രധാനമായിട്ടും ഇതിനകത്ത് ഈ പറയുന്ന കുട്ടികൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്ത ശേഷം അത് വോളണ്ടിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിൽക്കാമെന്നുള്ളതാണ്. പ്രധാനമായിട്ട് ഇത്തരത്തിൽ വോളണ്ടിയർ ആവുന്ന കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തുക എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഹിമാചൽ പ്രദേശ് സർക്കാർ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതേപോലെ തന്നെ ുള്ള കേസുകളും മറ്റും റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഹിമാചൽ പ്രദേശ് പോലീസിനെ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഇതിനുള്ള ആക്ഷൻ അവർ എടുക്കുന്നതായിരിക്കും. നിങ്ങൾ തന്നെ എന്ത് ചെയ്യില്ല, എന്തെങ്കിലും ആക്ഷൻസ് നിങ്ങൾ എടുക്കലെന്നൊക്കെ പറഞ്ഞ് അവർ അഡ്വർടൈസ്മെന്റ് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ആന്റി ചിറ്റ വോളണ്ടിയർ പദ്ധതി എന്ന് പറയുന്ന പ്രധാനമായിട്ട് ഇതിനെതിരായിട്ട് എന്താണ് ഒരു ബോധവൽക്കരണം നൽകുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്ന ആരാണ്? താക്കൂർ സുഖ്വീന്ദർ സിംഗ് ആണ് അല്ലേ. താക്കൂർ സുഖ്വീന്ദർ സിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തില് ഈ മയക്കുമരുന്ന് കൊണ്ട് മറ്റ് സംവിധാനങ്ങളെ കൊണ്ട് പിടിക്കപ്പെടുന്ന ആളുകളെ NDPS ആക്ട് വഴി അവർ എന്ത് ചെയ്യും, ശിക്ഷിക്കുക എന്നുള്ളതാണ്. NDPS ആക്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന എന്താണ് NDPS എന്ന് പറയുന്നത്? നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് എന്നുള്ളതാണ്. നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 പ്രകാരമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, അവർക്ക് മേൽ ചുമത്തുന്ന ആക്ട് എന്ന് പറയുന്നത്. മനസ്സിലായിരുന്നുണ്ടോ? പറയുന്ന NDPS ആക്ട് വഴി അവർ എന്ത് ചെയ്യും, ശിക്ഷിക്കുന്നതായിരിക്കും. അപ്പൊ അതിനെതിരായിട്ട് ഈ പറയുന്ന നർക്കോട്ടിക്സിനെതിരായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നത്, സേനയെ വേണ്ടത്. ആ സേനയാണെന്ന് പറയുന്നത് ഈ പറഞ്ഞ ആന്റി ചിറ്റ വോളണ്ടിയർ പദ്ധതി, ഈ പറഞ്ഞ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏത് സ്കീമിന്റെ കീഴിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റി ചിറ്റ വോളണ്ടിയർ പദ്ധതിയിലെ സ്കീമിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അടുത്തത് 2026 ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം എന്താണെന്നുള്ളതാണ്. 2026 ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? പ്രധാനമായിട്ടും നമുക്കറിയാം 3 രാജ്യങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ 2026 ഈ പറഞ്ഞ ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നതെന്ന് അറിയാം. ഏതെല്ലാം രാജ്യങ്ങളാണ്? ഒന്നെന്ന് പറയുന്നത് അമേരിക്കയാണ്, മറ്റൊന്ന് പറയുന്നത് മെക്സിക്കോ ആണ്, മൂന്നെന്ന് പറയുന്നത് കാനഡയാണ്. ആദ്യം പറയാം ഈ പറഞ്ഞ അമേരിക്കയാണ്. അമേരിക്കയിലെ വെച്ച് നടക്കുന്ന ഈ പറഞ്ഞ അമേരിക്കയിൽ വെച്ച് നടക്കുന്ന സമയങ്ങളിൽ അതിന്റെ ഈ പറഞ്ഞ മസ്കറ്റ് അല്ലെങ്കിൽ പറഞ്ഞ ഭാഗ്യചിഹ്നമായിട്ട് അവർ കണക്കാക്കപ്പെടുന്നത് ക്ലച്ച് എന്ന് പറയുന്ന കഴുകനാണ്. അതാണ് ഈ പറഞ്ഞ ക്ലച്ച് എന്ന് പറഞ്ഞ കഴുകനാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ഭാഗ്യചിഹ്നമായിട്ട് എന്ത് ചെയ്യുന്നത്, അവർ കണക്കാക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ പറഞ്ഞ ക്ലച്ച് എന്ന് പറഞ്ഞ കഴുകനാണ് എന്ത് ചെയ്യുന്നത്, 2026 ഈ പറഞ്ഞ ഫുട്ബോൾ ലോകകപ്പിൽ അമേരിക്കയുടെ ഭാഗ്യചിഹ്നമായിട്ട് എന്ത് ചെയ്യുന്നത്, അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ക്ലച്ച് എന്ന് പറയുന്ന കഴുകൻ. ഓക്കെ, മെക്സിക്കോയിൽ നിന്നും സായു എന്ന് പറയുന്ന പുള്ളിപ്പുലിയാണ് അല്ലെ. നമ്മൾ സായു എന്ന് പറഞ്ഞ പുള്ളിപ്പുലിയാണ് എന്ത് ചെയ്യുന്നത്, മെക്സിക്കോയിൽ എന്ത് ചെയ്യുന്നത്, അവർ ഭാഗ്യചിഹ്നമായിട്ട് അവർ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പറഞ്ഞ അവിടുത്തെ ഈ പറഞ്ഞ മെക്സിക്കോയുടെ മസ്കറ്റായിട്ട് എന്ത് ചെയ്യുന്നത്, അവർ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ പറയുന്ന സായു എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന പുള്ളിപ്പുലിയാണ്. മനസ്സിലായോ? സായു എന്ന പുള്ളിപ്പുലി തന്നെയാണ് ഈ പറഞ്ഞ മെക്സിക്കോടെയാണ്.
കാനഡയുടെ മാപ്പിൽ എന്താണ് ഈ പറയുന്ന എന്താണ് മാപ്പിൽ എന്ന് പറയുന്ന വല്ല കൊമ്പുള്ള മാനാണെന്ന് പറയുന്നത് അവർ ഭാഗ്യച്ചൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന കാനഡയുടെ മാപ്പിൽ എന്നറിയപ്പെടുന്ന എന്താണ് വലിയ കൊമ്പുള്ള ഒരു മാനുണ്ട്. ഓക്കെ, ഈ പറയുന്ന വലിയ കൊമ്പുള്ള ഈ പറയുന്ന മാനാണെന്ന് പറയുന്നത്. ഈ പറയുന്ന നിങ്ങൾക്കറിയാം, ഈ പറയുന്ന കാനഡ ഈ പറയുന്ന നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഈ പറയുന്ന മാനുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വലിയൊരു ഇതുള്ളതായിട്ട് കാണാൻ സാധിക്കും അല്ലേ. ഈ പറയുന്ന ഈ മാനാണ് എന്ത് ചെയ്യുന്നത്, മാപ്പിൾ എന്ന് പറയുന്ന ഈ പറയുന്ന മാനാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കാനഡയുടെ ഭാഗ്യചിഹ്നമായിട്ട് എന്ത് ചെയ്യുന്നത് അവര് റെപ്രസെന്റ് ചെയ്യുന്നു. 2026 ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്ന അമേരിക്കയുടെ ക്ലച്ച് എന്ന് പറയുന്ന കഴുകനാണ്. മെക്സിക്കോയുടെ ഇപ്പം സായു എന്ന് പറയുന്ന പുള്ളിപ്പുലിയാണ്. കാനഡയുടെ ഈ പറയുന്ന മാപ്പിൾ എന്നറിയപ്പെടുന്ന കൊമ്പുള്ളൊരു മരം മാനാണ്. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ അല്ലേ? അടുത്തോട്ട് പോകാം. വൃദ്ധസദനങ്ങളിലെ എന്താണ് ഈ പറയുന്ന വൃദ്ധസദനങ്ങളിലെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാണെന്നുള്ളതാണ്. എന്താണ് ഈ പറയുന്ന വൃദ്ധസദനങ്ങളിലെ വയോജനങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന പദ്ധതി ഏതാണെന്നുള്ളതാണ്. ഇതാണ് ഈ പറയുന്ന തിരികെയും കൂടെ എന്നുള്ള 2 പദ്ധതികളാണ്. ആണ് തിരികെയും കൂടെ എന്ന് പറയുന്ന 2 പദ്ധതികളാണ് അല്ലെ. ഈ തിരികെ എന്നും അല്ലെങ്കിൽ ഈ പറയുന്ന കൂടെ എന്നും പറയുന്ന 2 പദ്ധതികൾ പ്രധാനമായിട്ട് ഈ പറയുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട സ്കൂളുകളിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഈ പറഞ്ഞ വോളണ്ടിയർ ചെയ്യുന്ന നാഷണൽ സർവീസ് സ്കീമിലെ കുട്ടികൾ അല്ലെ അവരുമായിട്ട് എന്താണ് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഈ പറയുന്ന NSS ഈ പറഞ്ഞ NSS എന്ന് പറയുന്നത്. ഇപ്പൊ നാഷണൽ സർവീസ് സ്കീമിന്റെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന വയോജനങ്ങൾക്കായിട്ട് എന്ത് ചെയ്യുന്നത് ഒരു പദ്ധതി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് തിരികെ കൂടെ എന്നുള്ളത് അല്ലേ. അതിൽ വയോജനങ്ങൾക്കായിട്ട് എന്ത് ചെയ്യുന്നത്, വൃദ്ധസദനങ്ങൾ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് തിരികെ മറ്റൊന്ന് കൂടെ എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഒന്ന് തിരികെ എന്ന് പറയുന്നത്, മറ്റൊന്ന് കൂടെ എന്നും പറയുന്നത്. രണ്ടും എന്താ പറയുന്ന NSS വോളണ്ടിയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് അതിന് വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ പറയും വയോജനങ്ങൾക്കായിട്ട് ആദ്യമായിട്ട് ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത് ഏത് സംസ്ഥാനമാണെന്ന് അറിയാമോ? എന്താണ് വയോജനങ്ങൾക്കായിട്ട് ഒരു കമ്മീഷൻ അല്ലേ, ഒരു കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് കേരളമാണ്. എന്താണ് ഒരു കേരളമാണ് 2025 ഈ പറയുന്ന വയോജന എന്താണ് കമ്മീഷൻ ആക്ട് ഒക്കെ എന്ത് ചെയ്യുന്നു കൊണ്ടുവന്നിട്ടുണ്ട്. വയോജന കമ്മീഷൻ ആക്ട് ഒക്കെ എന്ത് ചെയ്യുന്നു കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. വളരെ മാതൃകാപരമായിട്ടുള്ള സംവിധാനമായിരുന്നു പറയുന്നത്. വളരെ എന്താണ് എഫക്റ്റീവായിട്ട് സംവിധാനം കൂടിയാണെന്ന് പറയും വയോജന സംരക്ഷണ ആക്ട് എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പൊ അത്തരത്തില് വൃദ്ധസദനങ്ങളിലെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്ന പദ്ധതി ഏതാന്ന് ചോദിച്ചൊന്ന് പറയും തിരികെ മറ്റൊന്ന് കൂടെ 2 പദ്ധതികളാണ്. ഓക്കെ അടുത്ത് നോക്കാം. ഈ വർഷത്തെ ബുക്കർ സമ്മാന ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ വംശജനായിട്ടുള്ള കിരൺ ദേശായിയുടെ നോവൽ ഏതാണെന്നുള്ളതാണ്. എന്താണ് ഈ വർഷത്തെ ബുക്കർ സമ്മാന ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ വംശജയായിട്ടുണ്ടായിരുന്ന കിരൺ ദേശായിയുടെ നോവൽ ഏതാണെന്നുള്ളതാണ്. ഏതാണ്? ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്നുള്ളതാണ്. അതാണ് ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്നുള്ളതാണെന്ന് പറയുന്നത്. ഈ വർഷത്തെ ബുക്കർ സമ്മാന ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്ന കിരൺ ദേശായിയുടെ എന്ന് പറയുന്നത് ഈ പറയുന്ന നോവലിന്റെ പേര്. അപ്പൊ ഇവരാണ് ചെയ്യുന്ന കിരൺ ദേശായി എന്ന് പറയുന്നത്. ഇപ്പൊ കിരൺ ദേശായിയുടെ എന്താണ് നോവലിന്റെ പേരായിരുന്നു എന്ന് പറയുന്നത് ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന് പറയുന്നത്. 2006 ഈ പറയുന്ന കിരൺ ദേശായിക്ക് എന്ത് ചെയ്തു ഒരു ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തിനാണെന്നറിയാമോ? അത് ഏത് പുസ്തകത്തിനാണെന്നറിയാമോ? അതാ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്. ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന് പറയുന്ന പുസ്തകം അല്ലെ. അത് ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന് പറയുന്ന പുസ്തകത്തിനാണ് 2066 കേട്ടോ. അത് 2006 ഓക്കെ. 2006 ഈ പറയുന്ന കിരൺ ദേശായിക്ക് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന് പറയുന്ന എന്തിനാണ് പറഞ്ഞ പുസ്തകത്തിനാണ് എന്ത് ചെയ്യുന്നത് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു, ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വ്യക്തിക്ക് ബുക്കർ പ്രൈസ് ലഭിക്കുന്ന പറഞ്ഞാൽ അരുന്ധതി റോയ്ക്കാണ്. കാരണം അരുന്ധതി റോയ്ക്ക് 1997 സമയങ്ങളിലാണ് അരുന്ധതി റോയ്ക്കാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അല്ലേ. ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന കൃതിക്കാണ് ഇപ്പൊ അരുന്ധതി റോയ്ക്ക് 1995 എന്ത് ചെയ്യുന്നത് 97 എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് ബുക്കർ പ്രൈസ് ലഭിക്കുന്നത് അല്ലെ. അരുന്ധതി റോയെ കുറിച്ചും അറിയാമായിരിക്കുമല്ലോ അല്ലെ. അരുന്ധതി റോയ്ക്കാണ് 1997 എന്ത് ചെയ്യുന്നത് ബുക്കർ പ്രൈസ് ആദ്യമായിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ 1997 അരുന്ധതി റോയ്ക്കാണ് എന്ത് ചെയ്യുന്നത് ഇപ്പൊ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് പുസ്തകത്തിന് ബുക്കർ പ്രൈസ് ലഭിക്കുന്നത് ഇന്ത്യക്കാർ. ഓക്കെ, അതേപോലെ തന്നെ കിരൺ ദേശായിയുടെ നോവൽ ഈ പറഞ്ഞ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള കിരൺ ദേശായിയുടെ നോവൽ എന്ന് പറഞ്ഞ ഏതാണ് ഈ പറഞ്ഞത് ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്നുള്ളതാണ്. അതിന് മുമ്പായിട്ട് 2006 ഇപ്പൊ ഇതേ കിരൺ ദേശായിക്ക് ഈ പറയുന്ന ദി ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന പുസ്തകത്തിന് എന്ത് ചെയ്തു പറയുന്ന എന്ത് ലഭിച്ചിരുന്നു ഈ പറയുന്ന ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത്
തമിഴ്നാട് സർക്കാരിന് MS സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ആർക്കാണെന്നുള്ളതാണ്. എന്താണ് തമിഴ്നാട് സർക്കാരിന്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്ന ആർക്കാണ്? KJ യേശുദാസിനാണ്. അല്ലെ പറയുന്ന KJ യേശുദാസിനാണ്. നോക്കാം, തമിഴ്നാട് ഗവൺമെന്റ് ഈ പറയുന്ന ബുധനാഴ്ചയാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഭാരതീയർ MS സുബ്ബലക്ഷ്മി അവാർഡും അതേപോലെ കലൈമണി അവാർഡുകൾ എന്ത് ചെയ്യുന്നത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് 2021, 2022, 2023 കാലഘട്ടങ്ങളിൽ പ്രധാനമായിട്ടും പറഞ്ഞ ആർട്ടിസ്റ്റുകൾക്കാണ് എന്ത് ചെയ്യുന്നത് പ്രഖ്യാപിക്കുന്നത്. ഇത്തരത്തിൽ പ്ലേ ബാക്ക് സിംഗിലെ പിന്നണി ഗായകനായിട്ടുള്ള KJ യേശുദാസിനെ ഈ പറയുന്ന MS സുബ്ബലക്ഷ്മി അവാർഡ് എന്ത് ചെയ്തവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2021 ആക്ടർ SJ സൂര്യയ്ക്കും പറയുന്ന സായി പല്ലവിക്കും, ഡയറക്ടർ ലിംഗുസ്വാമിക്ക്, അതേപോലെ പറയുന്ന എന്താണ് സെറ്റ് ഡിസൈനർ M ജയകുമാറിനും, അതേപോലെ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ പറയുന്ന സൂപ്പർ സുബ്രഹ്മണ്യൻ എന്നിവർക്കാണ് പറയുന്ന കലൈമണി അവാർഡ് ലഭിക്കുന്നത്. ഓക്കെ അതേപോലെ തന്നെ ടെലിവിഷനായിട്ടുള്ള KP കമലേഷൻ എന്ത് ചെയ്യുന്നു പറയുന്ന കുവിച്ചഡ് അവാർഡ് അവർക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ട് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന തമിഴ്നാട് സർക്കാരിന് MS സുബ്ബലക്ഷ്മി അവാർഡിന് അർഹനായിട്ടുണ്ടായിരുന്ന ആരാണ്? ഈ പറഞ്ഞ KJ യേശുദാസാണ്. ആരാണ്? KJ യേശുദാസ്. ഓക്കെ, അടുത്തത് രാജ്ഭവൻ വിശേഷങ്ങളുമായിട്ട് ഇറങ്ങുന്ന മാസിക ഏതാണെന്നുള്ളതാണ്. ഇപ്പൊ രാജ്ഭവന്റെ വിശേഷങ്ങളുമായിട്ട് ഇറങ്ങുന്ന മാസിക ഏതാണ്? രാജഹംസം എന്നുള്ളതാണ്. എന്താണ്? രാജഹംസം എന്നുള്ളതാണ്. നോക്കാം, തിരുവനന്തപുരം രാജ്ഭവൻ വിശേഷങ്ങളുമായിട്ട് ഇറങ്ങുന്ന മാസികയുടെ രാജഹംസം എന്ന് പറയുന്നത് പ്രകാശത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനും ശശി തരൂർ MP എത്തുന്നുണ്ടെന്ന് പറഞ്ഞാണ്. ഞങ്ങൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ രാജ്ഭവൻ വിശേഷങ്ങളുമായിട്ട് ഇറങ്ങുന്ന മാസികയുടെ പേര് എന്ന് പറഞ്ഞാൽ രാജഹംസം എന്നുള്ളതാണ്. ഓക്കെ, അത് ഈ പറഞ്ഞ രാജ്ഭവനെ കുറിച്ചുള്ള കഥകളാണ് ഈ പറഞ്ഞ രാജഹംസം എന്ന പുസ്തകത്തിനകത്തുള്ളതെന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഇപ്പോഴത്തെ ഗവർണർ ആരാന്നുള്ളത് ഓർത്തിരിക്കാറാണ്. അതിനോട് ഇപ്പോഴത്തെ ഗവർണർ ആരാണ് പറയുന്നത്? തൊട്ട് മുമ്പത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. ഇപ്പോഴത്തെ ആരാണ്? രാജേന്ദ്ര അർലേക്കർ ആണ് അല്ലേ? രാജേന്ദ്ര അർലേക്കർ ആണെന്ന് പറയുന്നത്. രാജേന്ദ്ര അർലേക്കർ ആണെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആരെന്ത് പറയുന്നത്? ഗവർണർ എന്ന് പറയുന്നത് അല്ലെ. 23ാമത്തെ ഗവർണർ ആണ് ആരെന്ന് പറയുന്നത്? രാജേന്ദ്ര അർലേക്കർ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് ഓർത്തിരിക്കുക. അപ്പൊ രാജ്ഭവൻ വിശേഷങ്ങളായിട്ട് ഇറങ്ങുന്ന മാസിക ഏതാണ്? ഈ പറയുന്ന രാജഹംസമാണ്. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ട ഇപ്പോഴത്തെ ഗവർണർ പറഞ്ഞ രാജേന്ദ്ര അർലേക്കർ ആയിരുന്നു. തൊട്ട് മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. 23ാമത് ഗവർണർ ആരെന്ന് പറയുന്നത്? രാജേന്ദ്ര അർലേക്കർ എന്ന് പറയുന്നത്. 23ാമത്തെ ഗവർണറാണ് രാജേന്ദ്ര അർലേക്കർ. ഓക്കെ, അടുത്തത് വിദേശത്ത് ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നുള്ളതാണ്. ഇതിലെ പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അതാണ് പ്ലാന്റ് ആണെന്ന് പറയുന്നത്. പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്, മൊറോക്കോയിലാണ്. ഇവിടെയാണ്, മൊറോക്കോയിലാണ് അല്ലെ. ഇപ്പൊ നോക്കുക, രാഷ്ട്രീയ രക്ഷാമന്ത്രി TASS ഡിഫൻസ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി മൊറോക്കോ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഫീൽഡ് ആർമർ പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന രാജ്നാഥ് സിംഗ് അല്ലെ, രാജ്നാഥ് സിംഗ് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ മൊറോക്കോയിലെ മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന ആര്? മിസ്റ്റർ ഈ പറഞ്ഞ അബദലീഫ ലൗഡിയും കൂടെ എന്നാണ് ഈ പറയുന്ന ഇത്തരത്തിൽ ടാറ്റ അഡ്വാൻസ്ഡ് ഈ പറയുന്ന സിസ്റ്റംസ് ലിമിറ്റഡ്, ഈ പറയുന്ന ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് ആണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ ഇന്ത്യക്ക് വെളിക്ക് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്ന ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റ് എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത്. ഇപ്പൊ ഇന്ത്യക്ക് വെളിക്ക് ആദ്യമായിട്ട് മാനുഫാക്ചറിംഗ് പ്ലാന്റ് ആരാണ്? ഈ പറഞ്ഞ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ആണ് എന്ത് ചെയ്യുന്നത് നിർമ്മിക്കുന്നത്. പ്രധാനമായിട്ട് ഈ പറഞ്ഞ വീൽ ആർമഡ് പ്ലാറ്റ്ഫോംസ്, ഈ പറയുന്ന ടാങ്ക് പോലത്തെ സംവിധാനങ്ങളുണ്ടല്ലോ, അപ്പോൾ അത്തരത്തിൽ വീൽഡ് ആയിട്ടുള്ള ആർമഡ് പ്ലാറ്റ്ഫോംസ് ആണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് അവിടെ നിർമ്മിക്കാൻ പറയുന്നത്. അപ്പൊ ഇന്ത്യക്ക് വെളിക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് ഇന്ത്യയുടെ കീഴിൽ അപ്പോൾ ഈ പറയുന്ന ഇന്ത്യയുടെ കീഴിലുള്ള ഒരു പ്രതിരോധ മന്ത്രാലയമായിട്ടുള്ള പറയുന്ന ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് DRDOയുടെയും കൂടെ സംയുക്തമായിട്ടുള്ള ഈ പറയുന്ന മറ്റൊരു രാജ്യത്തുള്ള ഈ പറയുന്ന നിർമ്മാണ പ്ലാന്റ് കൂടിയാണെന്ന് പറയും മൊറോക്കോയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. വിദേശത്ത് ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് ഏതാണ്? ഈ പറയുന്ന മൊറോക്കോയിലാണ്. അപ്പൊ ഏത് കമ്പനിയാണ് നിർമ്മിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് ആണ്, TSL ആണ് കേട്ടോ. അത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്ന പറഞ്ഞ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ്. ആരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDOയോട് സഹകരിച്ചാണ് നിർമ്മിക്കാന്നുള്ളത്. എന്താണ് നിർമ്മിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വേൾഡ് ആർമഡ് പ്ലാറ്റ്ഫോം ആണ് നമ്മൾ നിർമ്മിക്കാന്നുള്ളത്. മനസ്സിലായോ? ഓക്കെ, സംശയത്തിലോട്ടോ? ഓക്കെ, ശരി. അടുത്തത് പുനർവിവാഹിതരായിട്ടുള്ള അച്ഛനമ്മമാർക്ക് കുട്ടികൾക്ക് പഠന മാനസിക പിന്തുണ ഉറപ്പാക്കാനുള്ള പദ്ധതി ഏതാണെന്നുള്ളതാണ്. എന്താണ് പുനർവിവാഹിതരായിട്ടുള്ള അച്ഛനമ്മമാരുടെ കുട്ടികൾക്ക് പഠന മാനസിക പിന്തുണ ഉറപ്പാക്കാനുള്ള പദ്ധതി ഏതാണ്? സുരക്ഷാ മിത്ര എന്ന് പറയുന്ന പദ്ധതിയാണ്. എന്താണ്? സുരക്ഷാ മിത്ര എന്ന് പറയുന്ന പദ്ധതിയാണ്. സുരക്ഷാ മിത്ര എന്ന് പറയുന്ന പദ്ധതിയാണ് അല്ലെ. സുരക്ഷാ മിത്ര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. രണ്ടാം അച്ഛനേക്കുള്ള കുട്ടികൾക്ക് പ്രധാനമായിട്ട് ഈ പറയുന്ന ആദ്യത്തെ കുട്ടികൾക്ക് എന്ത് ചെയ്യില്ല, അപ്പൊ രണ്ടാമത്തെ പിറന്ന കുട്ടികളെ കൂടി കുറച്ചുകൊണ്ട് എന്താണ് ഒരു സ്നേഹവും അലച്ചിലേക്ക് ഉള്ളതുപോലെ ബാക്കിയുള്ളവർക്ക് എന്താണ് ഒരു അകൽച്ചയെ ഫീൽ ചെയ്യുന്നത് ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യുന്ന അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്ന സുരക്ഷാ മിത്ര പദ്ധതിയായിട്ട് കേരള സർക്കാർ വന്നിട്ടുണ്ടായിരുന്നത്.
പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് അനുഭവിക്കുന്ന മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ അവർ നേരിടുന്നുണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ഒരു ദൗത്യമാണ് ഇപ്പോൾ സുരക്ഷാ മിത്രയുടെ ദൗത്യം കൂടി ആണ്. അതേപോലെ തന്നെ ഇത്തരത്തിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾക്കായിട്ട് ഈ പറയുന്ന സംസ്ഥാന സർക്കാർ അത് കൊണ്ടുപോകുന്ന സ്കീമുണ്ട്. അതിൻ്റെ പേര് പഠിച്ചു വെക്കാം. എപ്പോഴും പറയാറുണ്ട് സ്കീമുകളൊക്കെ എപ്പോഴും പഠിച്ചു വെക്കണം എന്നുള്ളത് അല്ലേ. എന്താണ് സ്നേഹപൂർവ്വം എന്നുള്ളതാണ്. സ്നേഹപൂർവ്വം അല്ലേ. സ്നേഹപൂർവ്വം എന്ന സ്കീം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾ ഈ പറഞ്ഞ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞ ഒരു സ്കീമും കൂടിയാണ്. ഒരു ഫൈനാൻഷ്യലി അസിസ്റ്റ് ചെയ്യുന്ന സ്കീമും കൂടിയാണ് സ്നേഹപൂർവ്വം എന്ന് പറയുന്ന സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പുനർവിവാഹത്തിലായിട്ടുള്ള അച്ഛനമ്മമാരുടെ കുട്ടികൾ പഠന മാനസിക പിന്തുണ ഉറപ്പാക്കുന്ന പദ്ധതി ഇതാണ് സുരക്ഷാ മിത്ര എന്നുള്ളതാണ്. എന്താണ് സുരക്ഷാ മിത്ര എന്നുള്ളതാണ്. അടുത്തത് ഇ ഗവേണൻസിന് മികവിന് സ്ഥാപനങ്ങൾ നൽകുന്ന ഈ പറയുന്ന പുരസ്കാരം നേടിയിട്ടുണ്ടാകുന്നത് ഏത് സ്ഥാപനമാണെന്നുള്ളതാണ്. അതിൽ പറയുന്ന ഇ ഗവേണൻസിന് മികവിന് സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരം നേടിയിട്ടുണ്ടാകുന്ന ഏത് സ്ഥാപനമാണ്? ഈ പറഞ്ഞ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കാലാവസ്ഥ വിഭാഗമാണ്. അല്ലെ, എന്താണ് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കാലാവസ്ഥ വിഭാഗമാണ്. 1875 കൽക്കട്ടയിലാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് ഈ പറയുന്ന എന്ത് സ്ഥാപിക്കുന്നത്? ഈ പറയുന്ന ഇന്ത്യൻ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്നറിയപ്പെടുന്ന IMD എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത്. ഓക്കെ, അന്ന് പറയുന്ന ജെയിംസ് എലിയോട്ട് ആയിരുന്നു അതിന്റെ സ്ഥാപകൻ. എന്താണ് ജെയിംസ് എലിയോട്ട് ആയിരുന്നു അതിന്റെ ഡയറക്ടർ എന്നൊക്കെ പറയുന്നത്. മനസ്സിലാകുന്നുണ്ട്. പിൽക്കാലത്ത് പിന്നെ എങ്ങോട്ടേക്ക് മാറ്റി? ഇവിടെ കൽക്കട്ടയിൽ നിന്ന് പിന്നെ ഡൽഹിയിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കൽക്കട്ടയിൽ പിന്നെ ഡൽഹിയിലോട്ട് എന്ത് ചെയ്ത് മാറ്റിയിട്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ. അതേപോലെ തന്നെ ഈ പറയുന്ന ബ്ലാൻഫോർഡ്, ഓക്കെ, ഹെൻറി ബ്ലാൻഫോർഡ് ആണ് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് റിപ്പോർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഈ പറയുന്ന മെറ്റീരിയോളജിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നതാണ് ഇപ്പം ഹെൻറി ബ്ലാൻഫോർഡ് ആയിരുന്നു തൊട്ട് ആദ്യത്തെ റിപ്പോർട്ടർ എന്ന് പറയുന്നത്. അന്നത്തെ ഡയറക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന ജെയിംസ് എലിയോട്ട് ആയിരുന്നു അതിനകത്തെ ഡയറക്ടർ എന്ന് പറയുന്നത്. 1875 കൽക്കട്ടയിലാണ് ആദ്യമായിട്ട് സ്ഥാപിതമാകുന്നത്. പിൽക്കാലത്ത് അത് ഇങ്ങോട്ടേക്ക് മാറ്റി ഡൽഹിയിലോട്ടൊക്കെ മാറ്റുകയായിരുന്നു. എന്തിനാണ് ഈ പറയുന്ന ഈ ഗവേണൻസ് മികവിന് ഈ പറയുന്ന ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തേന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന മികവുള്ള സ്ഥാപനത്തിന് കൊടുത്തേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന തീവ്ര കാലാവസ്ഥ പ്രവചിക്കുന്നതിന്റെ ഭാഗമായിട്ട് പറഞ്ഞ കൃത്യത വർദ്ധിപ്പിക്കുന്ന മൾട്ടി ഹാസാർഡ് എന്താണ് ഏർലി വാർണിംഗ് ഡിവിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന ഗണിത കമ്പ്യൂട്ടർ മാതൃക തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചതിനാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ അവാർഡ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ IMDക്ക് എന്ത് ചെയ്യുന്നത് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഗവേണൻസിന് മികവിന് സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരമായിട്ട് 5 ലക്ഷം രൂപ നേടിയിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ മെറ്റീരിയലുകൾ ഡിപ്പാർട്ട്മെന്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കാലാവസ്ഥ വിഭാഗമാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. ആരാണ്? USA ആണ്. ആരാണത്? USA ആണ് അല്ലേ. നിങ്ങൾക്കറിയായിരിക്കും ഈ പറയുന്ന USA എന്ന് പറയുന്നത് 16 സ്വർണവും 5 വെള്ളിയും 5 വെങ്കലവുമായിട്ടാണ് US ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നത്. 7 സ്വർണവും 2 വെള്ളി 2 വെങ്കലവുമായിട്ട് എന്ത് ചെയ്ത് പറഞ്ഞ കെനിയ രണ്ടാമതും അതേപോലെ മൂന്നാമത് കാനഡയുണ്ട് അല്ലേ. പറയുന്ന 1 വെള്ളിയും 1 വെങ്കലവും ആയിട്ട് കാനഡ 3ാം സ്ഥാനത്ത് എന്ത് ചെയ്തു ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയിട്ടുണ്ടായിരുന്ന ആരാണ്? ഈ പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നറിയപ്പെടുന്ന USA ആണ്. എവിടെ ചടഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാനിലെ ടോക്കിയോയിലായിരുന്നു. എവിടെയാണ്? ജപ്പാനിലെ ടോക്കിയോയിലായിരുന്നു. ഓക്കെ, അറിഞ്ഞു പോരുന്നത്. അതേപോലെ തന്നെ ഒരു മെഡലും കിട്ടാതെ ഇന്ത്യ പുറത്തായെന്നുള്ളത് നിങ്ങൾ പഠിച്ചു നോക്കണം. ഒരു മെഡൽ അറിഞ്ഞിട്ടില്ല, ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ല. ഓക്കെ, അടുത്തത് മഹീബ് ബൻസ്വര ആണവ നിലയ പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണെന്നുള്ളതാണ്. എന്താണ് മഹീബ് ബൻസ്വര ആണവ നിലയ പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഇതാണ് രാജസ്ഥാനിലാണ്. പ്രധാനമായിട്ട് നാഷണൽ ഈ പറയുന്ന നാഷണൽ തെർമൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലേ, തെർമൽ പവർ കോർപ്പറേഷൻ, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ആണവ നില പദ്ധതി എന്ത് ചെയ്യുന്നത് രൂപീകരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്ന അതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അവരുടെ കീഴിൽ വരുന്ന പ്രോജക്റ്റ് ആണെന്ന് പറയുന്നത് മഹീബ് ബൻസ്വര ആണവ നില പദ്ധതി എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഇത് എന്ത് നദിയുടെ കുറുകെയാണ് പണിയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഏത് നദിയുടെ തീരത്താണ് പണിയുന്നത്? മഹി റിവർ അല്ലേ. എന്താണ് മഹി റിവറിന്റെ തീരത്താണ് എന്ത് പണിയുന്നത് ഈ പറയുന്ന മഹീബ് ബൻസ്വര ആണവ നില എന്ത് ചെയ്യുന്നത് പണിയുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് അറിയാമോ? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഏതായിരുന്നു? താരാപൂർ അല്ലേ. ആണ് താരാപൂർ ന്യൂക്ലിയർ അറ്റോമിക് പവർ പ്ലാന്റ് ആണ് ആദ്യത്തെ ഈ പറഞ്ഞ ആണവ നിലയ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, മഹാരാഷ്ട്രയിലായിരുന്നു. ഓക്കെ, അതാണ് മഹാരാഷ്ട്രയിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തത് കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ സംയുക്ത അഭ്യാസത്തിന്റെ പേര് എന്താണെന്നുള്ളതായിരുന്നു. കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ സംയുക്ത അഭ്യാസത്തിന്റെ പേരെന്താണ്? കോൾഡ് സ്റ്റാർട്ട് എന്നുള്ളത്. എനിക്കറിയാം ആദ്യം പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ആന്റി ഡ്രോൺ പരീക്ഷണ സംവിധാനം കൂടിയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഓപ്പറേഷൻ കോൾഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നാവിക വ്യോമസേനയുടെ സംയുക്ത അഭ്യാസത്തിന്റെ പേരെന്താണ്? കോൾഡ് സ്റ്റാർട്ട് എന്ന് ഉള്ളത്. ഓക്കെ, എവിടെയാണ് ഈ പറയുന്ന മധ്യപ്രദേശ് വെച്ചായിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തത് ഇന്ത്യൻ സൈന്യം അടുത്തിടെ അമോക് ഫ്യൂറി എന്ന് പറയുന്ന സംയോജിത ഫയർ പവർ അഭ്യാസം നടത്തിയിട്ടുണ്ടായിരുന്നത് എവിടെയാണെന്നുള്ളതാണ്. എവിടെയാണ്?
അത് രാജസ്ഥാനിലെ അമോക് ഫ്യൂറി നടത്തിയ എവിടെയാണ്? രാജസ്ഥാനിൽ ഈ പറയുന്ന മഹാജൻ ഫീൽഡിൽ, എവിടെയാണ്? രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡിൽ താർ ഡെസേർട്ടിലാണ് ഈ പറയുന്ന ഇന്ത്യൻ ആർമി എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ എന്ത് നടത്തിയിട്ടുണ്ടായത്? അമോക് ഫ്യൂറി എന്ന് പറയുന്ന സൈനിക അഭ്യാസം നടത്തിയിട്ട് ഉണ്ടാകുന്നതാണ്. പ്രധാനമായിട്ട് നടത്തിയ കമാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സപ്തശക്തി കമാൻഡാണ് എന്ത് ചെയ്യുന്നത് നടത്തിയിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ട് ഈ പറഞ്ഞ പാകിസ്ഥാനുമായിട്ട് ഈ പറഞ്ഞ ഉയർന്നു വരുന്ന ഈ പറയുന്നതാണ് യുദ്ധ സാഹചര്യങ്ങൾ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന താർ ഡെസേർട്ട് തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നത് അവർ ഈ പറഞ്ഞ യുദ്ധാഭ്യാസത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അടുത്ത നോക്കാം. രാജ്യത്തെ ആദ്യത്തെ സമർപ്പിത കായിക സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണെന്നുള്ളതാണ്. അല്ലെ, രാജ്യത്തിന്റെ ആദ്യത്തെ സമർപ്പിത കായിക സർവകലാശാലയാണ്. എന്താണ് സമർപ്പിത കായിക സർവകലാശാല ആദ്യമായിട്ട് നിലവിൽ വരുന്നത് എവിടെയാണ്? രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. എവിടെയാണ്? രാജസ്ഥാനിലെ ജയ്പൂരിലാണ് എന്ത് പറയുന്ന മഹാറാണ പ്രതാപ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളതാണ്. മഹാറാണ പ്രതാപ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി എന്ന് പറയപ്പെടുന്ന ആദ്യത്തെ സർവകലാശാല എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ സമർപ്പിത കായിക സർവകലാശാല എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത് എവിടെയാണ്? രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ, എന്താണ് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ ആദ്യമായിട്ട് രാജ്യത്ത് തന്നെ ആദ്യത്തെ സ്പോർട്സ് യൂണിവേഴ്സിറ്റി, ആദ്യത്തെ സ്പോർട്സ് യൂണിവേഴ്സിറ്റി വരുന്നത് എവിടെയാണെന്ന് അറിയാമോ? മണിപ്പൂരിലാണ്. 2018 കാലഘട്ടങ്ങളിൽ മണിപ്പൂരിലാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് ഒരു സ്പോർട്സ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നത് ഇംഫാലിലാണ് എന്ത് ചെയ്യുന്നത് സ്ഥാപിതമായിട്ടുണ്ടായത്. ഓക്കെ, അതുകൂടെ ഓർത്തിരിക്കുക. ഓക്കെ, മണിപ്പൂരിൽ ഇംഫാലിലാണ്. ഓക്കെ, അടുത്തത് മാക്സ് വെസ്റ്റാപ്പൻ എന്താണ് അസർബൈജാൻ ഗ്രാൻഡ് പ്രിക്സ് ചാമ്പ്യൻ എന്നുള്ളതാണ്. ഈ പറഞ്ഞ പഠിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അസർബൈജാൻ ഗ്രാൻഡ് പ്രിക്സ് ചാമ്പ്യൻഷിപ്പിലെ പറഞ്ഞ ചാമ്പ്യൻ ആയിട്ട് ഉണ്ടാകുന്ന ആരാണ്? ഈ പറയുന്ന മാക്സ് വെസ്റ്റാപ്പൻ ആയിരുന്നു. മാക്സ് വെസ്റ്റാപ്പൻ ആയിരുന്നു. അത് നോട്ട് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത് നോക്കുകയാണെങ്കിൽ 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ടാകുന്നത് ആരാണെന്നുള്ളതാണ്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ടാകുന്ന ആരാണ്? മോഹൻലാലാണ്. അല്ലെ, ആരാണ്? മോഹൻലാലാണ്. ഏകദേശം 5ഓളം പേർക്ക് ഇത്തരത്തിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളൂ. ഈ പറയുന്ന ഇത്തരത്തില് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം അർഹനായിട്ടുണ്ടാകുന്ന ആരാണ്? മോഹൻലാലാണ്. അതേപോലെ തന്നെ ഇതേ വേദി വെച്ച് എന്ത് ചെയ്തു? ഈ പറഞ്ഞ 2023 ഈ പറയുന്ന നാഷണൽ അവാർഡ് എന്ത് ചെയ്തു പ്രഖ്യാപിച്ചു. ഈ പറഞ്ഞ നാഷണൽ അവാർഡ് ഈ പറഞ്ഞ ജേതാക്കളായിട്ടുള്ളവർക്ക് എന്ത് ചെയ്തു അവാർഡ് നൽകിയിട്ടുണ്ടായിരുന്നു. അതേപോലെ വിക്രം മാസ്റ്റേക്ക് പറയുന്നത് 12th ഫെയിൽ സിനിമയ്ക്ക് അത് മികച്ച നടനുള്ളത് അവാർഡ്. അതേപോലെ ജവാൻ എന്ന മൂവിയിൽ ഷാറൂഖ് ഖാന്, അല്ലെ, അതേപോലെ തന്നെ മികച്ച സപ്പോർട്ടിംഗ് ആക്ട്രസിന് ഉർവശിക്ക് ഈ പറയുന്ന ഉള്ളവർക്കും സിനിമയ്ക്ക്, അതേപോലെ തന്നെ നമ്മുടെ വിജയരാഘവൻ ഇല്ലേ പറയുന്ന സിനിമ വിജയരാഘവന് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ എന്ന അവാർഡ് എന്ത് ചെയ്യുന്നു അതൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 2020 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ടായിരുന്ന ആരാണ്? മോഹൻലാൽ. അടുത്തത് 2025 യൂണിവേഴ്സൽ പോസ്റ്റർ കോൺഗ്രസിന് വേദിയായിട്ടുണ്ടായിരുന്നത് എവിടെയാണെന്നുള്ളതാണ്. 2025 യൂണിവേഴ്സൽ പോസ്റ്റർ കോൺഗ്രസിന് വേദിയായത് എവിടെയാണ്? ദുബായ് ആണ്. എവിടെയാണത്? ദുബായ് ആണ്. അല്ലെ, എവിടെയാണ്? ദുബായ് ആണ്. ദുബായിലെ പ്രധാനമായിട്ട് വേൾഡ് ട്രേഡ് സെന്റർ ദുബായിലാണ് വെച്ചാണ് എന്താണ് ഈ പറയുന്നത് 2025 യൂണിവേഴ്സൽ പോസ്റ്റർ കോൺഗ്രസിന് എന്ത് ചെയ്തത് വേദിയായിട്ട് ഉണ്ടായിരുന്നതാണ്. അടുത്ത് നോക്കാം. ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഇറാനിലെ തുറമുഖ പദ്ധതി ഏതാണെന്നുള്ളതാണ്. ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഇറാനിലെ തുറമുഖ പദ്ധതി ഏതാണ്? ചബഹാർ തുറമുഖ പദ്ധതിയാണ്. എന്താണ്? ചബഹാർ തുറമുഖ പദ്ധതിയാണ്. അല്ലെ, എന്താണ്? ചബഹാർ തുറമുഖ പദ്ധതിയാണ്. പ്രധാനമായിട്ട് ഈ പറയുന്നത് അറിയായിരിക്കും ഗദ്ദാർ തുറമുഖം, അല്ലെ, പറഞ്ഞ ഗദ്ദാർ തുറമുഖവും കറാച്ചി തുറമുഖമാണ് പ്രധാനമായിട്ട് പാകിസ്ഥാനുള്ളത്. ഇതിനെ ടാക്കിൾ ചെയ്തുകൊണ്ട് ഈ പറയുന്ന ചബഹാർ തുറമുഖം ഇന്ത്യക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എങ്ങോട്ടേക്ക് മറ്റും ഈ പറയുന്ന ചെറിയ ദൂരമേ ഉള്ള എങ്ങോട്ടേക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന ഗുജറാത്ത് പോർട്ടിലേക്കും മുംബൈ പോർട്ടിലേക്ക് എന്ന് പറഞ്ഞു. അല്ലെ, പറഞ്ഞ 700 സംതിങ് എന്താണ് നോട്ടിക്കൽ മൈൽ മാത്രമേ ഈ പറഞ്ഞ ഗുജറാത്ത് പോർട്ടിലോട്ടും 500 സംതിങ് ഈ പറഞ്ഞ ഗുജറാത്ത് പോർട്ടിലോട്ട് 700 സംതിങ് നോട്ടിക്കൽ മൈൽ എവിടേക്കുള്ളൂ? ഈ പറയുന്ന മുംബൈ പോർട്ടിലേക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഇറാനിലെ തുറമുഖ പദ്ധതി ഏതാണ്? ഈ പറഞ്ഞ ചബഹാർ പോർട്ടാണ്. എവിടെയാണ്? ചബഹാർ പോർട്ടാണ്. ഇതുവഴി നമുക്ക് എന്ത് പറ്റി? ഇന്ത്യയുടെ വാണിജ്യം മറ്റു പറയുന്നത് ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അതേപോലെ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനും അതേപോലെ പറയുന്ന തജിക്കിസ്ഥാൻ ഈ രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വ്യാപാരങ്ങൾ നടത്താൻ പറ്റുമോ എന്നുകൂടിയാണ്. ഓക്കെ, അടുത്തത് പറയുന്നത് സുഭദ്ര മുഖർജി ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് ചാമ്പ്യന്മാരായിട്ട് ഉണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. ആരാണ്? കേരളമാണ്. അല്ലെ, ആരാണ്? കേരളമായിരുന്നു. സുഭദ്ര എന്ന് പറയുന്നത് ഈ പറയുന്ന റിട്ടയർഡ് മരിച്ചു പോയിട്ടുണ്ടായിരുന്ന എയർ മാർഷൽ ആയിട്ടുള്ള എയർ മാർഷൽ സുഭദ്ര ഓർമ്മയ്ക്കായിട്ട് എയർ സ്പോർട്സ് കൗൺസിലാണ് ഈ പറയുന്ന എന്ത് നടത്തുന്നത്? ഇന്ത്യൻ എയർഫോഴ്സ് ആൻഡ് സ്പോർട്സ് കൗൺസിലാണ് എന്ത് നടത്തുന്നത്? ഈ പറയുന്ന സുഭദ്ര മുഖർജി ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നത്. അതിൽ ചാമ്പ്യന്മാരായിട്ട് ഉണ്ടായിരുന്നത് ഈ പറയുന്ന കോഴിക്കോടിൽ ഈ പറഞ്ഞ ഫറൂഖ് എസ് സ്കൂളിലെ വിദ്യാർത്ഥികളായിട്ട് ഉണ്ടായിരുന്നത് അവരാണ്. ഒക്കെ വിദ്യാർത്ഥികളാണ് ചെയ്യുന്നത് ഇത് കപ്പ് നേടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന് ഇവർ കോച്ച് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എന്താണ് ഗോകുലം കേരള FC ഇവർക്ക് എന്ത് ചെയ്യുന്നത്? ഇവർക്ക് എന്ത് ചെയ്യുന്നത് പരിശീലനമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഉത്തരാഖണ്ഡിനെ തോൽപ്പിച്ചുകൊണ്ടാണ് കേരളം എന്ത് ചെയ്യുന്നത് ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. വയോസേവന പുരസ്കാരം സാമൂഹ്യനീതി വകുപ്പിന് ഏർപ്പെടുത്തി വയോസേവന ആജീവനാന്ത സംഭാവന പുരസ്കാരം അർഹനായിട്ടുണ്ടായിരുന്നത് ആരെല്ലാമാണെന്നുള്ളതാണ്. ആരെല്ലാമാണ്? ആ സിനിമാ നടിയുടെ ഷീലയും മേദിനെയും ഇവർ രണ്ടുപേരാണ് എന്ത് ചെയ്യുന്നത് വയോസേവന പുരസ്കാരം സാമൂഹ്യനീതി വകുപ്പിന്റെ ഏർപ്പെടുത്തി വയോസേവന ആജീവനാന്ത സംഭാവന പുരസ്കാരം എന്ത് ചെയ്യുന്നത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്ത് ചെയ്യുന്നത് അർഹയായിട്ടുണ്ടാകുന്നത്. ആരാണ്? സിനിമാ നടി ഷീലയ്ക്കും അതേപോലെ തന്നെ ഈ പറഞ്ഞ മേദിനെയും ഇവർ രണ്ടുപേർക്കാണ് എന്ത് ചെയ്യുന്നത് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെ,
അടുത്ത നോക്കാം, കേരളത്തിലെ ആദ്യത്തെ സിനിമാ ടൂറിസം പദ്ധതി ഏതാണെന്നുള്ളതായിരുന്നു അല്ലെ. കേരളത്തിൽ ആദ്യത്തെ സിനിമാ ടൂറിസം പദ്ധതി ഏതാണ്? ഇപ്പോൾ തിരുവനന്തപുരത്തെ കിരീടം പാലമാണ്. ഇതാണ് തിരുവനന്തപുരത്തെ കിരീടം പാലമാണ് അല്ലേ. ഈ പറയുന്ന തിരുവനന്തപുരത്തെ വെള്ളായണി അല്ലെ, പറയുന്ന വെള്ളായണി സ്ഥലത്ത് ഈ പറയുന്ന കിരീടം സിനിമ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് മോഹൻലാലൊക്കെ ഇരിക്കുന്ന നമുക്കറിയാം. ഈ പറയുന്ന ഈ പിക്ചറിൽ കാണപ്പെടുന്ന ഈ പാലമാണ് ഈ പറഞ്ഞ കിരീട പാലം എന്ന് പറയുന്നത്. അതായത് കേരളത്തിലെ ആദ്യത്തെ സിനിമാ ടൂറിസം പദ്ധതിയായിട്ട് മാറുന്നതാണ് ഈ പറഞ്ഞ കിരീടം പാലമാണ്. സിബി മലയിൽ ഈ പറയുന്ന സിബി മല സംവിധാനം ചെയ്ത ഈ പറഞ്ഞ ലോഹിദാസിന്റെ എഴുത്തിൽ പറഞ്ഞൊരു മൂവിയായിരുന്നു ഈ പറഞ്ഞ കിരീടം എന്ന് പറയുന്ന മൂവി. ഒരുപാട് പേർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയും കൂടിയാണ് എന്താ പറയുക കിരീടം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ കിരീടം സിനിമയിൽ ഇവിടെ തിരുവനന്തപുരത്താണ് ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പറഞ്ഞ വെള്ളാണ്ടി എന്ന പ്രദേശത്തെ പാലമാണ് എന്ത് ചെയ്യുന്നത്, കിരീടം പാലം എന്ന് പറയുന്നത്. ഇതിനാണ് എന്ത് ചെയ്യുന്നത്, സിനിമാ ടൂറിസം പദ്ധതിയായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ ഉയർത്തിക്കൊണ്ട് ഇതിനെ അതിന്റെ പൂർത്തീകരണം എല്ലാം ശേഷം ഈ പറഞ്ഞ മുഹമ്മദ് റിയാസ് എന്ത് ചെയ്യുന്നു, അദ്ദേഹം എന്ത് ചെയ്തു ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. മന്ത്രിയായിട്ട് മുഹമ്മദ് റിയാസ് എന്ത് ചെയ്തു, അത് ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മനസ്സിലാവും. അപ്പൊ കേരളത്തിന് ആദ്യത്തെ സിനിമാ ടൂറിസം പദ്ധതി ഏതാണ്, കിരീടം പാലമാണ്. ഓക്കെ, അടുത്തത് പ്രശസ്ത ആസാമീസ് ഗായകനും സാംസ്കാരിക ഐക്കണുമായിട്ടുള്ള സുബിൻ ഗാർഗെ അന്തരിച്ചു എന്ന് പറഞ്ഞ് കാണാൻ പറ്റില്ല. ഈ പറഞ്ഞ സുബിൻ ഗാർഗെ അന്തരിക്കുക. അദ്ദേഹം ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റ് ഈ പറഞ്ഞ ഫെസ്റ്റിവലിൽ പാടാനായിട്ടിരുന്ന ആളാണ് ഈ പറഞ്ഞ സുബിൻ ഗാർഗെ എന്ന് പറയുന്നത്. അദ്ദേഹം സിംഗപ്പൂരിൽ വെച്ചിട്ടുണ്ടായ ഒരു ഡൈവിംഗിലാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, ദേഹാസ്വസ്ഥയൊക്കെ വന്ന് അദ്ദേഹം ചെയ്യുന്നത് ഈ പറഞ്ഞ് മരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സിംഗപ്പൂരിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം മരണം എന്ത് ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം പ്രശസ്ത ആസാമീസ് ഗായകനും സാംസ്കാരിക ഐക്കണമായിട്ട് സുബിൻ ഗാർഗെ എന്ത് ചെയ്തു, ഇത്തരത്തില് ഡൈവിങ്ങിന് പോകുന്ന വഴിക്കാണ് അദ്ദേഹം എന്ത് ചെയ്ത് മരിച്ചു പോകുന്നത്. അത് ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റ് ഫെസ്റ്റിവലൊക്കെ പാടാൻ വേണ്ടിയിട്ട് വ്യക്തിയും കൂടി ആയിരുന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പ്രവർത്തനം ആരംഭിക്കുന്ന റൂട്ട് ഏതാണെന്നുള്ളതാണ്. ഇതിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ആരംഭിക്കുന്ന റൂട്ട് ഏതാണ്, മുംബൈ അഹമ്മദാബാദ് റൂട്ടാണ്. ഇതാണ് മുംബൈ അഹമ്മദാബാദ് റൂട്ടാണ്. നിങ്ങൾക്ക് അറിയാം 2 ട്രെയിനുകളാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ശങ്കുസ്ത്ര എന്ന് പറയുന്ന 2 ട്രെയിനുകളാണ് പ്രധാനമായിട്ട് ജപ്പാൻ ഇന്ത്യക്ക് ഫ്രീ ആയിട്ട് കൈമാറിയിട്ടുണ്ടായിരുന്നു. ഈ 2 ട്രെയിനുകൾ പ്രധാനമായിട്ട് പ്രവർത്തിക്കാൻ മുംബൈ അഹമ്മദാബാദ് എന്നീ പറയുന്ന റൂട്ടുകളിലാണ് എന്ത് ചെയ്യുന്നത്, സഞ്ചരിക്കാനുള്ള ഇന്ത്യ തന്നെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിനാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ എന്ത് ചെയ്യുന്നത്, ഓടുക എന്നുള്ളതാണ്. അതേപോലെ ഇന്ത്യ ആദ്യത്തെ ട്രെയിൻ ഓടിത്തുടങ്ങിയത് ഈ പറഞ്ഞ 1953 മുംബൈ ടു താനെയിലായിരുന്നു അല്ലേ. മുംബൈ ടു താനെയിൽ ആദ്യമായിട്ട് പാസഞ്ചർ ട്രെയിൻ എന്ത് ചെയ്യുന്നത്, ഓടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അതേപോലെ പ്രധാനമായിട്ട് സാഹിബ്, സുൽത്താൻ എന്നീ പറയുന്ന ട്രെയിനുകളാണ് എന്ത് ചെയ്യുന്നത്, ആ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്ത് ഓടി തുടങ്ങിയിട്ടുണ്ടായിരുന്ന 3 ട്രെയിനുകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് ഈ പറയുന്ന ഇന്ത്യയിൽ ആയി തുടങ്ങിയത് 1953 ആദ്യമായിട്ട് എന്ത് ചെയ്യുന്ന ട്രെയിൻ എന്ത് ചെയ്യുന്ന ഓടി തുടങ്ങുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പ്രവർത്തനം വരുന്ന റൂട്ട് ഏതാണ്, മുംബൈ അഹമ്മദാബാദ് റൂട്ടാണ്. അപ്പോൾ അതൊരു ചരിത്ര നിമിഷം കൂടിയാണെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട നമ്മുടെ വീക്കിലി കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഇവിടെ ഈ പറഞ്ഞ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇല്ലേ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാമിനേഷന് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ. നമ്മുടെ ACB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയൊരു ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ബാച്ചിൽ പ്രത്യേകത എന്താ നോക്കി കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാനുണ്ട്, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ കറന്റ് അഫയേഴ്സ് സെക്ഷനുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷനുകളുണ്ട്, മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്, സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസും സ്പെഷ്യൽ മോട്ടിവേഷൻ സെക്ഷൻസ് ഒക്കെ ഉള്ള ഒരു കംപ്ലീറ്റ് കവറേജ് ആണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ACB അക്കാഡമി ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്സുകൾ അവൈലബിൾ ആക്കി അവിടെ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആപ്പ് ഡൗൺലോഡ് ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യുക. അതിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഈ പറയുന്ന ലിങ്കിൽ കയറിയ ശേഷം ഈ പറയുന്ന കയറിയ ശേഷം ഈ പറയുന്ന നമ്മുടെ ആപ്പിനകത്ത് എന്ത് ചെയ്യാം, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ അപ്ഡേറ്റുകളും മറ്റും വരുന്ന സമയങ്ങളൊക്കെ എന്ത് പറ്റും അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡൗട്ടോ സജഷൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഗൂഗിൾ ഫോമിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഗൂഗിൾ ഫോമിൽ കയറിയ ശേഷം ഈ പറയുന്ന ഡൗട്ടും കാര്യങ്ങളും അവിടെ എന്ത്